ഓട്ടോണിക്കൊണ്ടിനെ എതിർക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ എല്ലാ ബഡ്ജറ്റ് പ്രസംഗങ്ങളിലും ഉണ്ടാവും. ഇതൊരു വിസ പ്രസംഗങ്ങളാണ് സർ. ഒന്ന് അദ്ദേഹത്തിന്റെ വിസ പ്രസംഗം എന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന് അതിനുണ്ടാവും ഏകോപനം, രണ്ടാമതുണ്ടാവും വികേന്ദ്രീകരണം, മൂന്നാമതുണ്ടാവും സംയോജനം. അദ്ദേഹത്തിന്റെ ഏത് ബഡ്ജറ്റ് എടുത്താലും അദ്ദേഹം പറയുന്നത് ഏകോപിച്ച് നടപ്പിലാക്കും. ഒരു വൻ പദ്ധതി പ്രഖ്യാപിച്ചാൽ അടുത്ത വാക്കിൽ അദ്ദേഹം പറയും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് പദ്ധതിയുമായി ഏകോപിച്ച് അത് വികേന്ദ്രീകരിച്ച് നടപ്പിലാക്കും. എന്തെങ്കിലും വഴി കാണെങ്കിൽ പിന്നെ അദ്ദേഹം അടുത്ത് പറയും ഇത് സംയോജിപ്പിക്കുന്നു പറയും. സർ, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് സർ. ഇതിന്റെ ഫലം തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ 2011 ഫെബ്രുവരി മാസം 10-ാം തീയതി അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വർദ്ധിച്ചു വരുന്ന അസമത്വവും കീഴ്ത്തട്ടിലുള്ളവരുടെ പാപ്പീകരണവും പരിഹരിക്കണം. 2006 മുതൽ 2010 വരെ 11 വരെ ഭരിച്ച നിങ്ങളാ. ആ 5 കൊല്ലാണ് ആ പാപ്പീകരണം ഉണ്ടായത്. ഞങ്ങളെ കാലത്തല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാരാ നിങ്ങളത് പറയും. അപ്പൊ അസമത്വവും കീഴ്ത്തട്ടിലുള്ളവരെ പാപ്പരാക്കിയതാണ് 2006 to 2011 വരെയുള്ള നിങ്ങളുടെ ഭരണ നേട്ടം അല്ലേ? നിങ്ങൾ ആലോചിച്ച്. ആ കാലത്ത് 12.5 ലക്ഷം ആളുകൾക്കാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അത് 36 ലക്ഷം ആക്കിയത്. ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഈ ക്ഷേമ പെൻഷനുകളൊക്കെ മൂലധന ചെലവ് പോയതുകൊണ്ടാണ് അത് വെട്ടിക്കുറച്ചെന്ന് പറയുന്നുണ്ട്. അല്ല, അത് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ സാർ, ആ ബഡ്ജറ്റിൽ പറയുന്നുണ്ട് റേഷൻ കടകൾ നവീകരിക്കാൻ KSFE വഴി പലിശ രഹിത വായ്പ കൊടുക്കുന്നുണ്ട്. സാർ, അതിന്റെ മാനദണ്ഡം ഒന്ന് സാർ വ്യക്തമാക്കണം. KSFE എങ്ങനെ സാർ ആ പൈസ ഈ പലിശ രഹിത വായ്പ കൊടുക്കുക? സാർ, അങ്ങനെയാണെങ്കിൽ അത് സെൻസർ ഇതൊക്കെ ശിശു അവിടെ നിൽക്ക്, അത് വിവരമല്ലോട് സംസാരിക്കട്ടെ. അവിടെ നിൽക്ക്, അതൊക്കെ അവിടെ നിൽക്ക്. അതൊന്നും ആയിട്ടില്ല. അവർക്ക് ആവുമ്പോ ഞാൻ പറയാം ആയിട്ടില്ല. ഡോക്ടർ ഐസക്ക് തമ്മിൽ സംസാരിക്കും. സർ, ഈ സാറില്ല സാർ, നമ്മുടെ നാട്ടുകാരല്ലേ സർ, പാവപ്പെട്ട രോഗികൾക്കും സർ പാവപ്പെട്ട ആളുകൾക്കും ഇതുപോലെ പലിശ രഹിത വായ്പ കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കും. പിന്നെ സാർ, ഈ എല്ലാ ബഡ്ജറ്റ് നിങ്ങൾ പറയുന്നത് കേന്ദ്രത്തിനെതിരിൽ ആ കോൺഗ്രസ്സുകാർ നിങ്ങൾ എന്തൊക്കെയാ പറയാത്തത്? എന്താ നിങ്ങൾക്ക് നാവ് പോയ അണ്ണാക്കാണ്ട് ഇറങ്ങിയോ? എന്താ നിങ്ങൾ BJPനെ പറ്റിയൊന്നും പറയാത്തത്? ഈ ബഡ്ജറ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അങ്ങ് പറയുന്നു പാർപ്പിട പദ്ധതി. സർ, എവിടെ സർ കേരളത്തിൽ പ്രീ ഫാബ്രിക്കേഷൻ പാർപ്പിട പദ്ധതി നടത്തുന്നത്? എവിടെ സർ കേരളത്തിൽ അങ്ങനെ അതിനുള്ള ടെക്നോളജി ഉള്ള സ്ഥലങ്ങൾ എവിടെയാണ് സർ ഉള്ളത്? അങ്ങനെ ഒരു സംഭവം തന്നെയല്ലോ സർ സംസ്ഥാനത്ത്. ഇനി അത് വരണ്ടെങ്കിൽ അത് വടക്കേന്ത്യയിൽ നിന്ന് വരണം. പിന്നെ അങ്ങനെ ആ ബഡ്ജറ്റ് തന്നെ പറയുന്നു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന്റെ മോഡൽ കൊടുക്കും. എവിടെ കൊടുക്കാനോ? അപ്പോ ഈ കൊല്ലം കഴിഞ്ഞിട്ടു. അപ്പൊ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടപ്പാവില്ല. പിന്നെ ഇപ്പൊ ഇവിടെ എല്ലാവരും നിങ്ങളെ ബഡ്ജറ്റിനെ പറ്റി മോഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നോംസ് നോക്കി പോസ്റ്റ് ഗ്രേഷൻ നടത്തും നിങ്ങൾ പറഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ ചോര നീരാക്കി, നിങ്ങൾ എവിടെ ചോര നീരാക്കി? വെറുതെ ഒന്നുന്നല്ല, എന്താ വെറുതെ പറയാന്നല്ലാതെ എവിടെ നിങ്ങൾക്ക് ചോര നീരാക്കാം? പണ്ട് AKG കൃഷ്ണപിള്ളയും ഈ നായനാരും ഒക്കെ ഉണ്ടായിരുന്നു ചോര നീരാക്കാം. ഇങ്ങൾക്ക് എവിടെയെങ്കിലും ചോര നീരാക്കാനല്ല സമരം കിട്ടിക്കണം, അതിനൊരു അവസരം കിട്ടിക്കണം. നിങ്ങളിങ്ങനെ പറയണ്ടല്ലോ. നേരത്തെ പറഞ്ഞു അല്ല, ഞാൻ ചോദിക്കട്ടെ, 5 കൊല്ലം കൊണ്ട് 25 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുക. 2 കൊല്ലം തന്നെ നോംസാ. ഏതാണ് നോംസ്? അങ്ങനെയാണെങ്കിൽ എവിടെ കിട്ടുക? നിങ്ങൾ കൊടുക്കാൻ കൊണ്ട് ആർക്കറിയോ? അങ്ങ് പറഞ്ഞു സാമ്പത്തിക അച്ചടക്കം പറഞ്ഞു. അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ഉച്ചയ്ക്ക് ശേഷം ഒരു ബില്ല് വരുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിച്ചതാണോ? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ചോദിച്ചതാണോ? ഒരാളെ മൂലക്കലിരുത്താൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അസംബ്ലിയുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭേദഗതി കൊണ്ടുവരാം. നാളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയാം, 16 കൊല്ലം പിണറായി വിജയൻ CPMന്റെ സെക്രട്ടറിയായി. ആ 16 കൊല്ലം പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ട് 10 കൊല്ലം അദ്ദേഹത്തിന് മുൻമണി നിർത്തിയ VS അച്യുതാനന്ദനെ ആ പ്രകാശ് കാരാട്ടും യെച്ചൂരിയും കെട്ട് വന്നു. ഫീഡൽ കാസ്ട്രോടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഫീഡൽ കാസ്ട്രോ ജീവനോടെ കണ്ടിട്ടില്ല. അതിനൊരു ഡൂപ്ലി ഫീഡൽ കാസ്ട്രോനെ കണ്ടു. അയാൾക്ക് ആ വേഷം മാറ്റി കൊടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങളെന്തിന് മനുഷ്യൻ എത്ര അരിപ്പാക്കണേ? അല്ല, ഞാനായിട്ട് പിണറായിന്റെ ഒപ്പാട്ടോ. കാരണം എന്താ, അയാളെ അന്തസ്സില്ല. അയാൾ പറഞ്ഞോട് നിൽക്കുന്നില്ല, എനിക്ക് ഉറപ്പാ. കാരണം അയാൾക്ക് ഇയാൾ പിന്നെ മനുഷ്യന്മാരെങ്ങനെ പോയി, പിന്നെ അയാളെ കയ്യിരിപ്പോണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അറിയാം. പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടാക്കി ഭരണപരിഷ്കാര കമ്മിറ്റിന്റെ ചെയർമാൻ കൊടുത്ത കണ്ടീഷൻ എന്താ? പാർട്ടി കൂടിയിട്ട് പറഞ്ഞത് ഞങ്ങൾ പാർട്ടി കമ്മിറ്റിക്ക് പോയില്ല. പത്രത്തിൽ വന്നത് പണ്ടത്തെ മാതിരി അടച്ചിട്ട മുറിയിലല്ല, എല്ലാവരും മൊബൈൽ ഓൺ ചെയ്യും, പത്രക്കാർക്ക് കൊടുക്കും, അത് പത്രക്കാരുടെ എഴുതും. അതാണ് ഇപ്പൊ നിങ്ങളെ പാർട്ടി. ആ പാർട്ടിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇയാൾക്ക് കൊടുക്കുക
12 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയണം. നിങ്ങളാണ് ഇതിന് പണം കൊടുക്കണ്ടേ? 12 കോടി രൂപ അല്ലേ? ഇപ്പൊ മൂപ്പർക്ക് 88 ലക്ഷം രൂപയാണ് 5 കൊല്ലത്തിന് മറ്റേ കണ്ടോൺമെന്റ് ഹൗസിൽ അദ്ദേഹത്തിന് നമ്മൾ മോടി പിടിക്കച്ചറ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ തകര ഷീറ്റിലോട്ട് നിങ്ങൾ കാര്യം ചെയ്യും ആകെ പെൻഷൻ കൊടുക്കുക 5 കൊല്ലം അങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ അല്ല. ഇപ്പൊ അദ്ദേഹം പറയാണ്, ഇന്ന് പത്രത്തിൽ പറയാണ് 5 കൊല്ലം എനിക്കറിയാം അയാളെ പറ്റി എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും എണീക്കൂല, നിങ്ങൾക്ക് ഉറപ്പാക്കാൻ. പിണറായി ടീമാന്ന് നമ്മൾ പറഞ്ഞു എണീക്കാൻ നിങ്ങൾ എണീക്കൂല, ഇങ്ങനെ എണീക്കൂല. ടീം പിണറായി ടീം സോളാർ അത് രണ്ടും വെക്കും വെക്കും. നിങ്ങൾ പറഞ്ഞല്ലോ അതിനൊക്കെ വിട്ടതാ, അതൊക്കെ വിട്ടതാ സർ. പിണറായി പറഞ്ഞു എണീക്കും, അതെണീക്കും, അതെവിടെ എണീക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എണീക്കില്ല. ഞാനൊന്നും പിൻവലിക്കൂല, നിങ്ങൾ പറയും. പിന്നെ സർ 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 ഇവർക്കുണ്ടാവും സർ 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 ഇവർക്കുണ്ടാവും. ഞാൻ പറയട്ടെ സർ, ഇവർക്കുണ്ടാവും സർ. ഞാൻ ഒന്നെണീക്കില്ലല്ലോ സർ, ഞാൻ പറയട്ടെ സർ. സർ ഞാൻ ചോദിക്കട്ടെ സർ, ഞാൻ ഇത്ര നേരം ഞാൻ ഇത്ര നേരം VS അച്യുതാനന്ദൻ പറഞ്ഞു 64 പാർട്ടി പ്രവർത്തകരുണ്ടായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഏതെങ്കിലും കുട്ടി ഒന്ന് എണീറ്റങ്ങള്, ഏതെങ്കിലും കുട്ടി എണീറ്റോ? ഞാൻ ആലോചിച്ച് നോക്കണേ. നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളെ പറ്റി. ഇവിടെ നേരത്തെ പറഞ്ഞു, ജംഷീർ പറഞ്ഞു ഞങ്ങളെ 2021 ആകുമ്പോഴേക്കും ഞങ്ങൾ മലപ്പുറത്ത് ഉണ്ടാവില്ലാന്ന്. എന്റെ വാപ്പന്റെ കാലത്ത് തുടങ്ങിയിട്ട് ഞങ്ങൾ ഉണ്ടാവില്ല. അന്ന് ലീഗ് 13, ഇപ്പൊ ലീഗ് 18, കഴിഞ്ഞ പ്രാവശ്യം 20. എവിടേക്കാ നിങ്ങൾ പറഞ്ഞു? ഇങ്ങളെ ഗതി എന്താ? ഇങ്ങളെവിടെ എന്റത്? അന്ന് ബംഗാളിലേക്ക് നോക്കൂ പറഞ്ഞേ. 38 കൊല്ലം വെച്ച് എവിടെ ഉളുപ്പുണ്ടോ? ഒരു പെണ്ണ്, ഒരു സ്ത്രീ ആ മമതാ ബാനർജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പും ഇതുമില്ലാതെ 45 കൊല്ലം ആ കോൺഗ്രസിനെ ഇതറിയണ സോണിയാഗാന്ധിന്റെ സാറിന്റെ ബാക്കിൽ നടക്കലെടുക്കണ്. നിങ്ങളാ ഞങ്ങളെ പറയണത്? 45 കൊല്ലം എവിടെ പോയി നിങ്ങളെ പാർട്ടി? പാർട്ടിക്കാർക്ക് സംരക്ഷണം കിട്ടാം. അത് മാത്രമല്ല ഡൽഹിയിൽ ഞാൻ ഇതൊന്നും പറയണ്ടേ, ആ സെൻസർ പൊന്നാ രാജേഷ് ഇതൊക്കെ കുട്ടി അനക്കൊന്നും കമ്മ്യൂണിസ്റ്റ് അറിയില്ല. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ 500 വോട്ട് ഡൽഹിയിൽ കോർപ്പറേഷൻ മത്സരിച്ച് കിട്ടാത്ത ആളുകള് ബംഗാളിൽ വന്നിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വരണ്ടെന്ന് അവിടുത്തെ ആളുകളെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുള്ളത്. പിന്നെ ഒന്ന്, ഇങ്ങക്ക് ബംഗാളില് ലോക്സഭയ്ക്ക് 2, മുസ്ലിം ലീഗിന് ഇന്ത്യ പാർലമെന്റിലേക്ക് 2. എവിടെങ്കിലും ഞങ്ങൾ തമ്മിൽ വ്യത്യാസം. പിന്നെ എവിടെയെങ്കിലും വ്യത്യാസം. പിന്നെ തമിഴ്നാട്ടില് ഞങ്ങളൊന്ന്, നിങ്ങൾ വട്ടപൂജ്യം, നിങ്ങളെവിടെയില്ല. പിന്നെ നിങ്ങൾ വീർക്കല, നിങ്ങൾ ബാർബർ ഷോപ്പിലെ ഒസാന്റെ കല്ല് പോലെ ഇങ്ങനെ തേഞ്ഞ് ഇല്ലാതെയാണ് ഒരു പാർട്ടിയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് വെറുതെ. പിന്നെ ഇവിടെ പറഞ്ഞു പണക്കാര്. ഞാൻ ചോദിക്കട്ടെ, ഈ വി അബ്ദുറഹ്മാനും ഈ PV അക്ബറും പിന്നെ പ്രകാശ് കാരാട്ടിന് 5 കാരാട്ട് റസാക്കും. അല്ല അതാണ് പദ്ധതി. കാരാട്ട് റസാക്കും. ഈ 3 ആൾക്ക് പൈസക്കാരല്ലേ? ഞങ്ങൾ ആൾക്കാരെ സ്വത്തും ഇങ്ങളെ ആൾക്കാരെ ഡിക്ലെയർ ചെയ്ത സ്വത്ത് നോക്കിയാ ഈ പൈസക്കാരൻ പോയിക്കാണ്ട് ഇങ്ങളെ പാർട്ടി ചിഹ്നം ഏടി ചാർന്ന് അതിന് അരിവാളി ചാടാൻ കൊണ്ട് ഒക്കെ ഓട്ടോറിക്ഷല്ലേ, ഒക്കെ ഓട്ടോറിക്ഷല്ലേ. ഇങ്ങൊക്കെ എവിടെ ഉള്ളത്? ഇങ്ങൊക്കെ എവിടെ ഉള്ളത്? പിന്നെ പാവപ്പെട്ട ഈ പാർട്ടിക്ക് വേണ്ടി ബഹുമാനായ നമ്മുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ജ്യോതിബാസ്. ആ ജ്യോതിബാസൊക്കെ തമിഴ്നാടൊക്കെ പാർട്ടിക്ക് വേണ്ടി എത്ര സഹിച്ച ഓരോ സീറ്റുണ്ടോ? ഇല്ല. ഇത് ആർക്കാ കിണ്ടം മുട്ടുന്ന ആൾക്കാർക്ക് നേതാക്കന്മാർക്ക് കൊടുക്കണം. അതിന് പണ്ടത്തെ പാർട്ടിയല്ല നിങ്ങള്. ഇനി ഒന്ന് ബഹുമാനപ്പെട്ട ഐസക് സാറിനോട് ഞാൻ പറയട്ടെ, നിങ്ങളെന്തിനാ ഈ സുധാകരനെ ഇങ്ങനെ ഏർപ്പാക്കണ്? നിങ്ങളത് ആലോചിച്ച് നോക്കണേ. ആ രജിസ്ട്രേഷൻ വകുപ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭാഗപത്രത്തിന് 1000 രൂപ, അത് നിങ്ങൾ 3% കൂട്ടി. അദ്ദേഹമാണെങ്കിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, അത്യാവശ്യം വിവരമുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്, സാധാരണക്കാരന്റെ ഉൾവികാരങ്ങൾ അറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ്. അമ്പലപ്പുഴയിൽ ശരിക്കും UDF സീറ്റാണ്. മൂപ്പരെ ജനകീയത്തോട് ജയിക്കുക. ഇനിയിപ്പോ അതേ ആ രജിസ്ട്രേഷൻ വകുപ്പ് ആ വന്നുകാണ്ട് 5% മറ്റൊരു നികുതി കൂട്ടി സ്റ്റാമ്പ് പേപ്പറിൽ ഈ മനുഷ്യന്മാരെ കണ്ട് ഭാഗപത്രത്തിന് ചോദിച്ചാൽ ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. അപ്പൊ എന്താ മന്ത്രിയുടെ ഉദ്ദേശം? അദ്ദേഹത്തിന് മെല്ലെ ഇങ്ങനെ ശരിയാക്കുക. അല്ല വേറെ ഒരു പരിപാടിയില്ല. ആ നല്ലൊരു മന്ത്രിയാ, ഒരു അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മന്ത്രി. അദ്ദേഹത്തിനാണ് ഇത് കൊണ്ടുപോയിട്ട് ഈ വക പരിപാടിയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നത് 5 കൊല്ലത്തിന് ജനങ്ങള് ഇങ്ങക്ക് ഭരണം ഏൽപ്പിച്ചു. കേരളത്തിൽ ഇതിലൊക്കെ നടക്കും 5 കൊല്ലം. നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ആരെടുക്കാത്തത്? നിങ്ങളെല്ലാരും എടുക്കും.
അവസാനം എനിക്കൊരു പേടി എന്തറിയോ, 5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഈ കോൺഗ്രസിൽ സഖ്യം ചെയ്താലോ നിങ്ങൾ ആലോചിച്ചു വന്നൊരു പേടിയാ എനിക്കില്ലത്. അല്ലെ പറയാൻ പറ്റൂല. പൊന്നാര പ്രതിപക്ഷ നേതാവെ ഒന്ന് ആലോചിക്കണം നമ്മളത് കേട്ടോ. അത് പെട്ടെന്ന് മൂളണ്ട. അതെ ഒരു നിങ്ങളെ വിളിച്ചാലേ കാരണം നമ്മൾ തമ്മിൽ ബന്ധം ഞങ്ങൾ 47 കൊല്ലമായിട്ട് കോൺഗ്രസുമായിട്ട് നല്ല ശക്തമായ ബന്ധം. ഞങ്ങളെ സുഖത്തിലും ഞങ്ങളെ ദുഃഖത്തിലും പ്രതിസന്ധിയിലും ഒക്കെ ഞങ്ങളെ കൂടുന്നത് ആ കോൺഗ്രസ്. നിങ്ങൾ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞിട്ടോ. ആ CPI-ക്കാർക്ക് തലയിൽ കുറച്ച് ബുദ്ധി ഉണ്ടായതുകൊണ്ട് ഇന്ദ്രജിത് ഗുപ്ത അന്ന് ആഭ്യന്തരമന്ത്രിയായി. നേരെ മറിച്ച് ഞങ്ങളെ പാർട്ടിക്ക് നിർഭാഗ്യപരമായ ഒരു പരാജയം 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായപ്പോൾ അന്ന് നിങ്ങൾ മലപ്പുറത്ത് പോത്തിന്റെ പച്ചപ്പേക്ക് അടിച്ചിട്ട് അത് ഇറച്ചിങ്കര വിതരണം ചെയ്യരുത്. ആ സമയത്താണ് കോൺഗ്രസ് അധ്യക്ഷ UPA അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി ഞങ്ങളെ പാർട്ടിയുടെ സെക്രട്ടറി EM സാഹിബിനെ കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയാക്കി. അത് കോൺഗ്രസാ. അല്ല അവിടെ തന്നെ നിങ്ങൾക്കൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചു. അച്യുതാനന്ദ കത്തയച്ചു. ആർക്ക്? നിങ്ങളെ അന്നത്തെ സെക്രട്ടറി ആരാണ്? കൃഷ്ണൻ അല്ലേ? സുർജിത്. അതെ ഇതൊരു പേര് പറയണ്ട. അത് കുറെ വാര് പേരുണ്ടെങ്കിൽ ഞാൻ എന്താ കാട്ടുന്നത്? അതൊന്ന് മനുഷ്യനൊക്കെ കൂടി നിൽക്കണ്ടേ? ആ ആർക്കിസൻ സുർജിന് കത്തയച്ച് 42 ആൾക്കാരെ പിന്തുണ കൊടുക്കാൻ പാടില്ല. അയാൾ പറഞ്ഞു അതോടെ കൂടി നിർത്തി. പിന്തുണ കൊടുത്ത് ഇങ്ങളെ പിന്തുണ 5 കൊല്ലം ഞങ്ങൾ കേന്ദ്രത്തിൽ ഇന്ത്യന്റെ വിദേശകാര്യ സഹമന്ത്രിയായി കോൺഗ്രസും ഭരിച്ചു. അവിടെയാണ് പാർട്ടി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പൊന്നാര ശംഷീറെ പറയുമ്പോ ഒന്ന് ആലോചിച്ചു പറഞ്ഞോണ്ട് ഇവിടെ നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഭയങ്കര വിടാതൊക്കേന് നിങ്ങളൊക്കെ കുട്ടികളല്ലേ പോട്ടെ അതൊന്നുമില്ല. ഇപ്പൊ നമ്മളെ നല്ല പ്രസംഗം നമ്മളെ നാട്ടുകാർ ചെയ്ത പോത്തിൽ നമ്മളെ സ്വരാജ് ചെയ്തത് അത് സാറില്ല ആയിക്കോട്ടെ. അപ്പൊ അതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കാം. എനിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യം അതിനോട് നിങ്ങളെ സ്വപ്നവും നിങ്ങളെ ഭാവനയും ഒക്കെ തിരക്കിടില്ല. പക്ഷെ അത് നടപ്പിലാകണം. നമ്മളിപ്പോ ഏതായാലും 6 മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ 6 മാസം കഴിഞ്ഞ് നമുക്ക് പറയാം നിങ്ങളിങ്ങനെ എന്തൊക്കെ പറഞ്ഞേ. നിങ്ങൾ 987 നിങ്ങൾ ഭരിക്കുമ്പോ 10 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു പറഞ്ഞു. ആരംഭിച്ച് വാക്കത്തെ തൊഴിൽ എവിടെയെന്ന് വെച്ചിട്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോ 10 ലക്ഷം തൊഴിൽ എവിടെ വന്നിട്ട് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തി. നിങ്ങളൊന്നും കൊടുക്കൂല, ഒന്നും തിന്നൂല്ല, ഒന്നും തീറ്റിച്ചില്ല. ആ ഇതാണ് നിങ്ങൾ ഞങ്ങൾക്കറിയാം. ഞാൻ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സ്പീക്കറെ മാനിച്ച് ഈ വോട്ടോടെ കൊണ്ടിനെ താങ്ക് യു.